അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ വേണ്ട മുൻകരുതലുകൾ മുൻകൂട്ടി സ്വീകരിക്കേണ്ടതാണ്. മിന്നൽ പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മഴയുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ മഴയിൽ ശക്തമായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, ഇപ്പോൾ ഭാഗികമായി തന്നെ വിവിധ സ്ഥലങ്ങളിലെ ഡാം ഷട്ടറുകൾ തുറക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മഴ ഇത്തരത്തിൽ ശക്തമായി തുടരുന്നതിന്റെ ഭാഗമായി തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ സ്ഥിതിഗതികൾ ഇത്തരത്തിൽ നീങ്ങുന്നതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ റെഡ് അലേർട്ട് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. മോശം കാലാവസ്ഥയെ തുടർന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ കടലിൽ പോകുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കടൽ അതീവ ക്ഷുഭിതമാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും അരുത്. മുൻപ് ഉരുൾപൊട്ടൽ, അതുപോലെ വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ പ്രദേശങ്ങളിൽ ഉള്ളവർ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതും അല്ലെങ്കിൽ അത്തരത്തിൽ മാറി താമസിക്കാൻ അവർ തയ്യാറാകേണ്ടതും അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം അതിശക്തമായ മഴയും അവിടെ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായ ഒരു അവസ്ഥയാണ്. മാത്രമല്ല, അതിരാവിലെ തുടങ്ങിയ മഴയ്ക്ക് കുറച്ചു മണിക്കൂറുകൾ മാത്രം ശമനമുണ്ടായതൊഴിച്ചാൽ ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീഴുകയും വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടി കോട്ടത്തിന്റെ ഭാഗമായുള്ള ആ ഒരു പൈതൃക മണ്ഡപവും അവിടെ തവിട്ടുശ്ശേരിയിൽ ഒരു വീടും തകർന്നു വീണതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എവിടെയും ഒരു ജീവന് പോലും അപായമില്ല എന്നത് വലിയൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചുമപ്പ് ജാഗ്രതാ നിർദ്ദേശം, റെഡ് അലേർട്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ മുൻകൂട്ടി അവധി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞായറാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് ഇന്നത്തെ ദിവസം. വടക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുൻകൂട്ടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ കനത്ത മഴയ്ക്ക് കൂടുതൽ കാരണമാകുന്നതും. ജാഗ്രതയുടെ ഭാഗമായി തന്നെ അവിടെ പഴശ്ശി അണക്കെട്ടിന്റെ 7ാം ഷട്ടർ 15 സെന്റിമീറ്ററോളം തന്നെയും, അതുപോലെ 8-9 ഷട്ടറുകൾ 50 സെന്റിമീറ്ററും, 10ാമത്തെ ഷട്ടർ 15 സെന്റിമീറ്ററും 14ാമത്തെ ഷട്ടർ 50 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സഹായകമായി തന്നെ 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അതേസമയം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കർശനമായും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. അതേപോലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി തന്നെ ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും സുരക്ഷിതമായ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ അവിടെ മാറി താമസിക്കേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.